തൃശൂർ പുന്നയൂരിലെ ടിപ്പർ ലോറിയുടെ അപകട യാത്രയിൽ കർശന നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ്. ലോറിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ RTO ശുപാർശ നൽകും. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും തുടങ്ങി. ഡ്രൈവറെയും RC ഉടമയെയും ഗുരുവായൂർ RTO വിളിച്ചു വരുത്തി. ഇരുവർക്കും വിശദീകരണ നോട്ടീസ് നൽകി. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ. അർജുൻ, കടുത്ത നടപടിയിലേക്ക്, കർശന നടപടിയിലേക്ക് അല്ലേ? തീർച്ചയായും ശ്രുതി, ഇക്കഴിഞ്ഞ 24-ാം തീയതി വൈകിട്ട് 5:30 കൂടിയാണ് കൊച്ചി സ്വദേശിയായ കണ്ണനും കുടുംബവും കാറിൽ മലപ്പുറം ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ യാത്ര ചെയ്തത്. ദേശീയപാത 66 യാത്ര ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ പുന്നയൂർ ഭാഗത്ത് വെച്ച് 6 വരി പാതയിലേക്ക് എത്തുകയും അവിടെ അതിവേഗത്തിൽ തന്നെ വാഹനം മുന്നോട്ട് പോകുകയുമായിരുന്നു. അതിനിടയിലാണ് ഈ റോങ് സൈഡിലൂടെ ഈ ടിപ്പർ ലോറി വരുന്നത് കണ്ടത്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ലോറി വരുന്നത് കാണുകയും ചെയ്തത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപ്പോൾ തന്നെ ബ്രേക്കിട്ട് വാഹനം നിർത്താൻ കഴിഞ്ഞത്. വലിയൊരു അപകടം ഒഴിവായത് തലനാരിഴക്കാണ് എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് കണ്ണൻ ഇതുമായി ബന്ധപ്പെട്ട ഈ ടിപ്പർ ലോറിയുടെ നമ്പർ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിവാഹൻ സൈറ്റിലടക്കം പരിശോധിച്ചപ്പോഴാണ് ഗുരുതരമായ ക്രമക്കേടുകൾ നിരവധി തവണ നടത്തിയ വാഹനമാണ് ഈ ലോറി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 140-ലേറെ തവണ ചലാൻ ലഭിച്ച വാഹനമാണ് ഇത് എന്നാണ് ഈ കണ്ണൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ്. ഗുരുവായൂർ RTO ആണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ലോറിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാനും RTO ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ RTO ഓണറെയും അതോടൊപ്പം തന്നെ ഡ്രൈവറെയും RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവരുടെ വിശദീകരണം വാങ്ങിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ കാറിന്റെ ഡാഷ്ബോർഡിലുള്ള ക്യാമറയിൽപ്പെട്ട ദൃശ്യങ്ങളാണ് പിന്നീട് ഈ പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.